മുജാഹിദിൻ്റെ പരിപാടി മുങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ, മുങ്ങിപ്പോയി. കാരണം കൂട്ടി തച്ച പയ്യെത്തി എല്ലാത്തിനും ഇടക്കിടക്ക് പരിപാടി വന്നിട്ട് അവരവരെ നാട്ടിൽ വെക്കണം. എന്തിനുള്ള സുന്നികളെ നാട്ടിൽ വെക്കുന്നു. തല്ലുകൊണ്ട് ചാണ്ടെങ്കിലും ഉണ്ടാകും നിർത്തിക്കോട്ടോ, ചാണ്ടെങ്കിലും ഉണ്ടാകും നിർത്തിക്കോട്ടോ. മടിയല്ല പുള്ള കട്ട അല്ല ഉസാറ് പുള്ള മടിയല്ല പുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. കാഞ്ഞങ്ങാട് മടിയാൻ എന്ന സ്ഥലത്ത് മുജാഹിദുകൾ ഒരു സമ്മേളനം നടത്തി. ആദ്യം ഒരു ആദർശ സമ്മേളനം നടത്തി. അതിനെക്കുറിച്ച് സമസ്തയിലെ പുരോഹിതന്മാർ വന്ന് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി, ഒരുപാട് കള്ളങ്ങൾ മുജാഹിദുകൾക്കെതിരെ പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. അതിനെ അവിടെ നിന്ന് എതിർക്കുകയും അങ്ങനെ സംഘടിപ്പിക്കാൻ വരുന്ന ആളുകളെ തല്ലിക്കൊല്ലും എന്നുള്ള ഭീഷണിയാണ് അവിടെ വരുന്നുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഏതൊക്കെ കാലഘട്ടത്തിൽ ഈ തൗഹീദും റിസാലത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾ, അള്ളാഹുവിന്റെ ആ വേദഗ്രന്ഥം ആ രൂപത്തിൽ പഠിപ്പിക്കുന്ന ആളുകൾക്കെതിരെ എല്ലാ കാലഘട്ടത്തിലും ഈ ഭീഷണികളും ആക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, അബൂദർദ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മക്കയിൽ നിന്ന് പുറത്തുള്ള ഒരാളായിരുന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ട് അദ്ദേഹം പാത്തും പതുങ്ങിയും കൊണ്ട് മക്കയിലേക്ക് വരുന്ന ഒരു തീർത്ഥാടകനെ പോലെ അദ്ദേഹം പാത്തും പതുങ്ങിക്കൊണ്ട് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ സത്യം സ്വീകരിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കി അദ്ദേഹം ചോദിക്കുകയാണ്, റസൂലെ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കൊള്ളൂ. ഇവിടെ വെച്ച് നിങ്ങൾ ഈ സത്യം ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആക്രമിക്കപ്പെടും. അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് സമാധാനം കിട്ടിയില്ല. അദ്ദേഹം മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന, അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തിരുന്ന, അള്ളാഹുവിന് വേണ്ടി തവാഫ് ചെയ്തിരുന്ന, അള്ളാഹുവിന് വേണ്ടി ഉംറ ചെയ്തിരുന്ന ആ കഅബാലയത്തിന്റെ അടുത്തുകൊണ്ട് വന്നുകൊണ്ട് അവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്. അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ആ കഅബാലയത്തിന് മുമ്പിൽ ആ മക്കയിലുള്ള മുശ്രിക്കുകളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ പരിപൂർണമായിട്ട് ഇസ്ലാമിലേക്ക് വരണം, നിങ്ങൾ ഷിർക്കിന്റെ വിശ്വാസാചാരങ്ങൾ ഒഴിവാക്കണം എന്ന് അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി അവിടെ ഇടുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ, ഇദ്ദേഹം ഇന്ന ഗോത്രത്തിന്റെ നേതാവാണ്, നിങ്ങൾക്ക് കച്ചവടത്തിനൊക്കെ പോവണ്ടേ, ഇദ്ദേഹത്തെ നിങ്ങൾ ഈ രൂപത്തിൽ മർദ്ദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദേശാടനം നടത്തി കച്ചവടം ചെയ്യുന്ന ആളുകളാണ്, ആ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് തടസ്സമുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിട്ടയക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ മക്കയിൽ നിന്ന് പീഡിപ്പിച്ച് എന്താണ് പ്രവാചകൻ പറഞ്ഞത്? മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു, അള്ളാഹുവിനോടൊപ്പം മരണപ്പെട്ടു പോയ ആളുകളെ ആരാധിച്ചിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ, ലാത്തെ, വദ്ദിനെ, സുവാഹിനെ, യഹൂസിനെ, യൗഖിനെ, നസ്റിനെ, ഈ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിരുന്നു, അവരുടെ നാമങ്ങൾ പ്രകീർത്തിച്ചിരുന്നു. എന്തുവാണ് അവരുടെ അവകാശവാദം? അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരും, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ അടുത്ത ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് കൂടി ചോദിച്ചു, ഇന്ന് സമസ്തക്കാർ ചെയ്യുന്നത് പോലെ കെട്ടിപ്പൊക്കിയ കബറുകൾ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആ വിഗ്രഹത്തിന് പിന്നിലുള്ള ആ മനുഷ്യനെ ലക്ഷ്യം വെച്ചു. എന്തിനു വേണ്ടി? അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ, മരിച്ച ആളുകളോട് സഹായം ചോദിക്കുന്ന ആളുകൾ. ഇത് ഇസ്ലാമല്ല, ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ട ഈ ഷിർക്കിന്റെ വിശ്വാസമാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. നോക്കൂ സഹോദരങ്ങളെ, സമസ്തയിലൂടെ സഹോദരന്മാരെ നിങ്ങളോട് പറയാനുള്ള, ഈ ഞാനടക്കം 20 വർഷം മുമ്പ് ഉള്ളാളത്തെ മദനി ദർഗയുടെ മുമ്പിൽ വെച്ച് മുജാഹിദുകളെ അടിക്കാൻ പോയ ആളാണ്, അവരെ അടിച്ചു ഓടിച്ച ആളാണ്. എന്തുകൊണ്ട്? എന്താണ് ഇസ്ലാം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇസ്ലാം എന്താണെന്ന് പഠിച്ചപ്പോൾ, ആ സമസ്തയുടെ ആദർശം ശരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മുജാഹിദിന്റെ പക്ഷത്തേക്കാണ് എത്തിയത്. അവർ പറയുന്നതാണ് ശരി, അവർ പറയുന്നതാണ് ദീന്, അവരാണ് യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നത്തിന്റെ വാക്താക്കൾ എന്ന് മനസ്സിലായി. ഈ ആക്രമിച്ച ആളുകൾ, ഈ കൊല ഭീഷണിപ്പെടുത്തിയ ആളുകളായിരിക്കും പിൽക്കാലത്ത് മുജാഹിദുകൾക്ക് അനുകൂലമായി മുജാഹിദിന്റെ പ്രബോധന ബൗത്യം ഏറ്റെടുക്കുന്ന ആളുകൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിച്ചാൽ മതി. സഹോദരങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദർശം കൊണ്ട് നേരിടൂ. ഇങ്ങനെ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടോ, ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ, അക്രമം കൊണ്ടോ, തീവ്രവാദം കൊണ്ടല്ല നേരിടേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനെ പച്ചക്ക് തെറി വിളിക്കുന്ന ആളുകൾ സദസ്സ് കെട്ടുന്നുണ്ട് കേരളത്തിൽ. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി സംഘികൾ സ്റ്റേജ് കെട്ടുന്നുണ്ട്. അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതങ്ങളും പഠിപ്പിക്കാൻ സ്റ്റേജ് കെട്ടുന്നുണ്ട്. ആരെങ്കിലും എതിർക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. സമസ്തക്കാര് കേരളത്തിന്റെ ഒട്ടുമിക്ക മുക്കിലും മൂലയിലും നിങ്ങൾ സദസ്സുകൾ കെട്ടുന്നില്ലേ? ഇസ്ലാമിന്റെ പേരിൽ 6000 ഖബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? ആരെങ്കിലും അതിനെ നശിപ്പിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അത് തീവ്രവാദമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് തീവ്രവാദമാണ്. അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആദർശം കൊണ്ട് നേരിടൂ. കാരണം നിങ്ങൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്നുള്ളത്, സമസ്തക്കാർ മാത്രമാണ് സലഫികളെ എതിർക്കുന്നുള്ളത്. എന്തുകൊണ്ട്? നിങ്ങളുടെ പുരോഹിതന്മാർ വല്ലാതെ ഭയക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ഭൗതിക നേട്ടങ്ങളുണ്ട്. ജാറ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, ഉത്സവങ്ങൾ ഉണ്ടാക്കി, അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് നിങ്ങളെ ചൂഷണം ചെയ്ത് അവർ ജീവിക്കുന്നുണ്ട്. ആ ചൂഷണം നിന്നു പോകുമെന്നുള്ള ഭയം ആ പുരോഹിതന്മാർക്കുണ്ട്. സഹോദരങ്ങളെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മരണം എന്നൊരു ഭയം ഇല്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണ്ടേ? അള്ളാഹുവിന്റെ ദീൻ തകർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പരിശ്രമിക്കുന്നുള്ളത്. നോക്കൂ,
അള്ളാഹു സുബ്ഹാനഹു തആല മാത്രം പരാമർശിക്കപ്പെട്ടാൽ പരലോകത്ത് വിശ്വാസമുള്ള ഇല്ലാത്ത ആളുകൾ വിറളി പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് സുമറിന്റെ ആയത്താണ് 45-ാമത്തെ വചനം. അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിൽ കാണാൻ പറ്റും. താങ്കൾ ഖുർആൻ പാരായണം ചെയ്താൽ താങ്കളുടെയും പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഇടയിൽ ദൃശ്യമല്ലാത്ത ഒരു മറ നാം വെക്കുന്നതാണ്. അവരത് ഗ്രഹിക്കുന്നതിന് അത് തടസ്സമായിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ മേൽ മൂടി വെക്കപ്പെട്ട നിലയിൽ. ഇനി ഖുർആൻ പാരായണത്തിലെങ്ങാനും നിന്റെ രക്ഷിതാവിനെ മാത്രം പ്രസ്താവിച്ചാൽ അവർ വിരളി പൂണ്ടുകൊണ്ട് തിരിഞ്ഞു പോകുന്നതായി കാണാൻ പറ്റും. സൂറത്തുൽ ഇസ്രായിന്റെ 45-46 വചനങ്ങളാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹുവിന് മാത്രം നേർച്ച, അള്ളാഹുവിന് മാത്രം പരമേൽപ്പിക്കൽ, അള്ളാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യൽ, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം മറവ് എന്ന് പറഞ്ഞാൽ സമസ്തക്കാർ വിരളി പൂണ്ടുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. ഇനി അള്ളാഹുവിന്റെ കൂടെ മുഹദ്ദി ഷേഖിനോടാവാം, ബദ്രീങ്ങളോടാവാം, മരിച്ചുപോയ ജാറ വിഗ്രഹങ്ങൾക്കകത്തുള്ള മനുഷ്യരോടോ കല്ലുകളോ കയ്യോ കാലോ മാത്രമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ആ കെട്ടിപ്പൊക്കിയ ജാറങ്ങളിലുള്ള ആളുകൾക്കും ആവാം എന്ന് പറഞ്ഞാൽ സമസ്തക്കാർ സമാധാനത്തോടെ അവർ സന്തോഷമായി സുന്നി 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 എന്ന് വിളിച്ച് ചേർത്ത് പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, ഈ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ നിങ്ങളെ കുറിച്ച് അല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? കാരണം ഈ ആയത്തുകൾ നിങ്ങൾക്കെതിരായിട്ടാണ് വരുന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായി പൊന്നു സമസ്തയിലെ സാധാരണക്കാരായ സഹോദരന്മാരെ, നിങ്ങൾ ഇസ്ലാം എന്താണെന്ന് പഠിക്കൂ. ഞാനടക്കമുള്ള ആളുകള് മുജാഹിദുകളെ എതിർത്ത ആളുകളായിരുന്നു, അവർക്കെതിരെ മർദ്ദിക്കാൻ പോയ ആളുകളായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ സമസ്തയിലുള്ള ഉസ്താദന്മാർ കൊണ്ടുപോകുന്ന നരകത്തിലേക്കാണ്. അവർക്ക് ഷഹാദത്ത് വചനത്തിന്റെ റുക്നുകൾ അറിയില്ല, ഷുറൂത്തുകൾ അറിയില്ല, എന്താണ് ഇസ്ലാം എന്നറിയില്ല. സ്വന്തം പൈസ ചെലവിട്ടിട്ടല്ല, നാട്ടുകാരെ പൈസയിൽ അവർ പഠിച്ചു. അവരുടെ ഉസ്താദന്മാർ ചില ഉസൂലുകൾ ഉണ്ടാക്കി, പുതിയ പുതിയ പുരോഹിതന്മാർ മതനിയമങ്ങൾ ഉണ്ടാക്കി. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് തൗബയിൽ പറയുന്നത് കാണാൻ പറ്റും. 31-ാമത്തെ വചനത്തിൽ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവര് അള്ളാഹുവിന് പുറമെ രക്ഷാദികളായി സ്വീകരിച്ചു, ഇലാഹുകളാക്കി. അവര് എന്താണ് ചെയ്തത്? അവരുടെ പണ്ഡിതന്മാർ മതനിയമം ഉണ്ടാക്കി കൊടുത്തു. അത് സാധാരണക്കാർ കൊണ്ടു നടന്നു. ആ പണ്ഡിത നിയമം ഉണ്ടാക്കാനുള്ള അവകാശം സാധാരണക്കാർ ആ പണ്ഡിതന്മാർക്ക് വകവെച്ചു കൊടുത്തു. ഇന്ന് സമസ്തയിലുള്ള ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അള്ളാഹു പഠിപ്പിച്ചതാണോ, റസൂൽ പഠിപ്പിച്ചതാണോ? അല്ല. അവർ പറയുന്നത് ഞങ്ങൾ ഇമാമിങ്ങൾ കാണിച്ചു തന്നതാണ്. ഈ ഇമാമിങ്ങൾക്ക് ഇസ്ലാമിൽ മതനിയമം ഉണ്ടാക്കാനുള്ള അവകാശം ഉണ്ടോ? അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അവരുടെ വായ് കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അള്ളാഹു ആകട്ടെ തന്റെ പ്രകാശം പൂർണ്ണമാക്കാതെ സമ്മതിക്കുകയില്ല. സത്യനിഷേധികൾക്ക് അത് അനിഷ്ടകരമായിരുന്നാലും ശരി, സലഫികൾ പറയുന്ന ആ സത്യം ഇവിടെ പൂർണ്ണമാകുക തന്നെ ചെയ്യും. അത് സമസ്തയിലുള്ള ഏതൊരാൾക്കും, ഉസ്താദന്മാർക്കോ സാധാരണക്കാർക്കോ, നിങ്ങൾക്ക് അനിഷ്ടകരമായിരുന്നാലും ശരി, ഇല്ലെങ്കിൽ ശരി, അള്ളാഹു അത് ഇവിടെ പൂർണ്ണമാക്കുന്നു. നിങ്ങൾ പരാജയപ്പെടും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം എന്താണെന്ന് പഠിക്കുക. നിങ്ങൾ ഈ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ദീന തകർക്കാൻ വേണ്ടിയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.